ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അടുത്തിടെ ചെയ്തൊരു ഡ്രാമയുടെ ഫുൾ വീഡിയോ കണ്ടാലോ? ഡ്രാമയുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഹീറോയിനും ഒരു റൂമിൽ തന്നെയാണുള്ളത്. രണ്ടുപേർക്കും അന്യോന്യം പരസ്പരം അറിയില്ല. ഇരുവരും ഒരുപാട് മദ്യപിച്ചിട്ടുണ്ട്. മദ്യം ഉള്ളിൽ ചെന്നതുകൊണ്ട് തന്നെ തീരെ ബോധമില്ലായിരുന്നല്ലോ ഇരുവർക്കും. എന്നിരുന്നാലും ഹീറോയ്ക്കാവട്ടെ കൺട്രോൾ ചെയ്യാൻ സാധിക്കാതെ തന്നെ ഹീറോയിനെ കിസ് ചെയ്തിട്ട് ഇത് ഫസ്റ്റ് ടൈം ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. അതേ എന്നവൾ പറയുന്ന കേട്ടപ്പോൾ തന്നെ നീ ഭയപ്പെടേണ്ട, ഞാൻ ജെന്റിലായി തന്നെ പെരുമാറിക്കോളാം എന്ന് പറയുന്നു. അന്നത്തെ ഒരു നൈറ്റ് അവരിരുവരും ഒരുമിച്ച് സ്പെൻഡ് ചെയ്യുകയും ചെയ്യുന്നു. ജെന്റിലായി പെരുമാറാമെന്ന് പറഞ്ഞിട്ട് കാര്യങ്ങൾ അങ്ങനെയൊന്നും അല്ലായിരുന്നു നടന്നിരുന്നത്. എന്നിരുന്നാലും അതിനുശേഷം ഹീറോയ്ക്കാവട്ടെ ഹീറോയിന്റെ മേലിൽ വല്ലാത്തൊരു ഇൻട്രസ്റ്റ് തോന്നുന്നു. കിസ് ചെയ്യാൻ പോകുമ്പോഴത്തേക്കും അവളുടെ കഴുത്തിന്റെ പിന്നിലുള്ള ബർത്ത് മാർക്കും അവൻ ശ്രദ്ധിക്കുന്നുണ്ട്. പിറ്റേ ദിവസം എഴുന്നേറ്റപ്പോൾ ഹീറോയിൻ വിചാരിക്കുന്നുണ്ട് ഇന്നലത്തെ എക്സ്പീരിയൻസ് വളരെ ത്രില്ലിംഗ് ആയിരുന്നു എന്നും തനിക്ക് ഇവനെ ഒരുപാട് ഇഷ്ടമായി പോയി എന്നും. നൈറ്റ് ആയതുകൊണ്ട് തന്നെ അവൻ്റെ മുഖം പോലും നേരെ ഒന്നും കണ്ടില്ല. ഒന്ന് കാണാമെന്ന് വിചാരിച്ച് അവൾ എത്തി നോക്കുന്നുണ്ടെങ്കിലും കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. കുഴപ്പമില്ല, അയാളും തന്നെ കാണാത്ത തന്നെയാണ് നല്ലത്. ഈ നാട്ടിലുള്ളവർ മുഴുവൻ തന്നെ കണ്ടിട്ട് ചിരിക്കുകയാണല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ അവൾ അവിടെ നിന്ന് റെഡിയായി പോകാൻ ഇറങ്ങുമ്പോഴും അവളുടെ ഉള്ളിൽ ഒരു കുറ്റബോധം തോന്നുന്നുണ്ട്. തിരിഞ്ഞു നോക്കിക്കൊണ്ട് തന്നെ നൈറ്റ് അയാൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തതല്ലേ, അതിനെന്തെങ്കിലും ഒരു ഗിഫ്റ്റ് വെക്കണ്ടേ എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ കയ്യിലുണ്ടായിരുന്ന ₹1 ഒരു കോയിൻ അവിടെ വെച്ചിട്ട് അവൾ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു. അവളുണ്ടായിരുന്ന അതേ റൂമിന് തൊട്ടപ്പുറം തന്നെയായിരുന്നു ഹീറോയിന്റെ സഹോദരി ഉണ്ടായിരുന്നത്. അവൾ അവളുടെ അമ്മയെടുത്ത് സംസാരിക്കുന്നത് ഹീറോയിൻ കേൾക്കാനിടയാവുന്നുണ്ട്. ഇനി മുതൽ അവളുടെ ശല്യം നമുക്ക് ഉണ്ടാവില്ല അമ്മേ. അവളെ ഞാൻ ഇന്നലെ ഒരു തടിയന്റെ മുറിയിലേക്ക് കയറ്റി വിട്ടിട്ടുണ്ട്. അവളാണെങ്കിൽ തീരെ ബോധമില്ലാത്തൊരവസ്ഥയിലായിരുന്നു. മിക്കവാറും ഇന്ന് രാവിലെ കണ്ണു തുറന്നപ്പോൾ അങ്ങനെ ഒരുത്തൻ തന്റെ മേലിൽ അഡ്വാൻറ്റേജ് എടുത്തെന്ന് അവൾ മനസ്സിലാക്കുമ്പോൾ തീർച്ചയായും ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് അവൾ ചാടിച്ചാവാൻ സാധ്യതയുണ്ട്. അതിനുശേഷം അവളുടെ പേരിലുള്ള സ്വത്തുക്കളെല്ലാം നമ്മുടെ കൈക്കലാവുകയും ഇത്രയും നാളും വൈറ്റമിൻ ടാബ്ലറ്റ്സ് എന്ന് പറഞ്ഞ് അവളെ കൊണ്ട് ഹോർമോണൽ ടാബ്ലറ്റ്സ് ആണ് കഴിപ്പിച്ചതെന്ന് ആ തടിച്ചി ഒരിക്കലും അറിയാനും പോകുന്നില്ല. അവളെക്കാട്ടിലും 10 മടങ്ങ് സുന്ദരിയാണ് താൻ. അവൾക്കുള്ളതെല്ലാം ഇനി തനിക്ക് സ്വന്തമാണെന്ന് പറഞ്ഞ് അവൾ അമ്മയെടുത്ത് ചിരിച്ച് സംസാരിക്കുന്നുണ്ട്. ഇതൊക്കെ കേട്ടപ്പോൾ ഹീറോയിന് വല്ലാതെ വിഷമാവുന്നുണ്ട്. ഹീറോയിന്റെ രണ്ടാനമ്മയുടെ മകളാണ് ഈ പെൺകുട്ടി. എന്നിരുന്നാലും അവൾ ആലോചിക്കുന്നുണ്ട് തന്നോടൊപ്പം മുറിയിലുണ്ടായിരുന്ന വ്യക്തി വളരെ ഹാൻഡ്സമും 6 പാക്ക് ഒന്നുമല്ല 8 പാക്ക് വരെ ഉണ്ടെന്ന് തോന്നുന്നു. അവന്റെ മേലിൽ ഞാനാണ് അഡ്വാൻറ്റേജ് എടുത്തതെന്നൊക്കെ അവൾ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് തന്നെ അവിടെ നിന്ന് നടന്നു പോയതിനു ശേഷം വേസ്റ്റ് ബിന്നിലേക്ക് വൈറ്റമിൻ ടാബ്ലറ്റാന്ന് പറഞ്ഞ് ഇത്രയും നാളും രണ്ടാനമ്മയും മകളും ചേർന്ന് അവൾക്ക് കൊടുത്ത ഹോർമോണൽ ടാബ്ലറ്റ് വേസ്റ്റ് ബിന്നിലേക്ക് ഇടുകയും ചെയ്യുന്നു. അവിടെ നിന്ന് ലിഫ്റ്റിൽ കയറിയപ്പോൾ പോലും മനസ്സിൽ ദൃഢപ്രതിജ്ഞ എടുത്തുകൊണ്ടാണ് അവൾ പോകുന്നത്. തീർച്ചയായും തന്നോട് ഈ ചെയ്തതിന് താൻ റിവെഞ്ച് ചെയ്യുമെന്ന് തന്നെ അവൾ മനസ്സിലുറപ്പിക്കുന്നു. പിന്നീടുള്ള ദിവസങ്ങളിൽ ജങ്ക് ഫുഡ്സ് ഒഴിവാക്കുകയും അതോടൊപ്പം തന്നെ നല്ലപോലെ വർക്കൗട്ട് ചെയ്യുകയും ചെയ്തിരുന്നു അവൾ. പിന്നീട് 9 മാസങ്ങൾക്ക് ശേഷം 0 സൈസിലൊരു പെൺകുട്ടി അതിസുന്ദരിയായി തന്നെ റോഡിലൂടെ നടന്നു പോകുന്നതാണ് കാണിക്കുന്നത്. അത് വേറെ ആരുമല്ല, നമ്മുടെ ഹീറോയിനായിരുന്നു. ഈ 9 മാസവും ഫാമിലിയുമായി യാതൊരു കോണ്ടാക്റ്റും അവൾക്കില്ലായിരുന്നു. തീർച്ചയായും അവളുടെ ഈ ട്രാൻസ്ഫോർമേഷൻ കണ്ട് അവർ അതിശയിക്കണമെന്ന് തന്നെ അവൾ കരുതിയിരുന്നു. ഇതേ സമയം തന്നെയായിരുന്നു രണ്ടാനമ്മ അവളെ വിളിച്ചിട്ട് നിനക്ക് പെർഫെക്റ്റ് മാച്ച് ആയിട്ടുള്ള ഒരാളെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. ഒരു പ്രാവശ്യം കല്യാണം കഴിഞ്ഞു എന്നേ ഉള്ളൂ, 2 കുട്ടികളും ഉണ്ട്. നിന്റെ സൈസ് വെച്ച് നോക്കുമ്പോൾ ഇതെന്തായാലും പെർഫെക്റ്റ് മാച്ച് തന്നെയാണ്. എന്നിരുന്നാലും നമ്മുടെ കമ്പനിയുടെ ഒരു പാർട്ട്ണർ കൂടിയാണ് അദ്ദേഹം. ഹീറോയിനും അതിന് ചിരിച്ചുകൊണ്ട് തന്നെ സമ്മതം അറിയിക്കുന്നുണ്ട്. അതിന് പിന്നിൽ ഒരു ഗൂഢമായ ലക്ഷ്യം കൂടി ഉണ്ടായിരുന്നു. അവരുടെ കമ്പനി ഏതു വിധേനയും തകർക്കണമെന്ന് തന്നെ അവൾ മനസ്സിലുറപ്പിക്കുന്നു. അങ്ങനെ അയാളെ കാണാൻ വേണ്ടി കോഫി ഷോപ്പിലേക്ക് പോവുകയും ചെയ്യുന്നുണ്ട്. അതേ കോഫി ഷോപ്പിൽ തന്നെ നമ്മുടെ ഹീറോയും ഉണ്ടായിരുന്നു. അവനൊരു ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതേസമയം ഹീറോയിനെ പറ്റിയുള്ള കാര്യങ്ങൾ അവൻ ഓർക്കുന്നുണ്ട്. തന്നെ പോലുള്ള ഓരോ ബിസിനസ്മാനും ബിസിനസിന്റെ മേന്മയ്ക്കും പുരോഗതിക്കും വേണ്ടിയിട്ടാണ് ഓരോ പെൺകുട്ടികളെ വിവാഹം കഴിക്കുന്നത്. ഞാനും അതിൽ നിന്ന് ഒട്ടും വ്യത്യസ്തനല്ലായിരുന്നു. പക്ഷേ അന്നത്തെ ആ ദിവസം നടന്ന കാര്യങ്ങൾക്ക് ഞാനും റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ തയ്യാറായിരുന്നു. വിവാഹത്തെ പറ്റിയ പെൺകുട്ടിയോട് സംസാരിക്കാമെന്ന് വിചാരിച്ചപ്പോൾ അവള് അവിടെ എങ്ങും തന്നെ ഉണ്ടായിരുന്നില്ല. ഒരു കോയിനും വെച്ചിട്ട് അവിടെ വിട്ടവൾ പോയി കഴിഞ്ഞിരുന്നു. അവളെപ്പറ്റി തനിക്ക് ആകെ അറിയാവുന്നത് അവളുടെ പിൻകഴുത്തിലുള്ള ബർത്ത് മാർക്ക് മാത്രമാണ്. വീണ്ടും അവളെ കണ്ടുമുട്ടാൻ സാധിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് അവൻ മനസ്സിൽ വിചാരിക്കുന്നു. അതേ കോഫി ഷോപ്പിലേക്ക് നമ്മുടെ ഹീറോയിനും പോകുന്നുണ്ട്. രണ്ടുപേരും പുറത്തു നിന്ന് തന്നെ അവളെക്കുറിച്ച് പറയുന്നുണ്ട്. ഈ പെൺകുട്ടിയൊന്നും നമ്മുടെ ബോസിന് സെറ്റാവാൻ പോകുന്നില്ല. ഒന്നാമത് നമ്മുടെ ബോസിന് റെഡ് കളർ ഇഷ്ടമല്ല. അതിന്റെ കൂടെ ജെന്റിലും റിസർവ്ഡ് ആയിട്ടുള്ള പെൺകുട്ടിയാണ് ബോസിന് ഇഷ്ടം. ഇതിനെ കണ്ടിട്ട് അങ്ങനെയൊന്നും തോന്നുന്നില്ല എന്ന് പറയുമ്പോൾ മറ്റേയാൾ പറയുന്നുണ്ട് നീ ആവശ്യമില്ലാതെ ഒന്നും പറയണ്ട. ചിലപ്പോൾ ആ പെൺകുട്ടിയായിരിക്കാം അദ്ദേഹത്തിന്റെ സോൾമേറ്റ് ആവാൻ പോകുന്നത്. ആ പെൺകുട്ടി തന്നെയായിരിക്കും ചിലപ്പോൾ അദ്ദേഹം വിവാഹം കഴിക്കാനും പോകുന്നത്. എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ബെറ്റ് വെക്കാം. ആ പെൺകുട്ടി വിവാഹം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നീ എനിക്ക് 15,000 രൂപ തരണമെന്ന് പറഞ്ഞു. വിവാഹം കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ തനിക്ക് 15,000 രൂപ തരണമെന്ന് പറഞ്ഞ് മറ്റേയാളും തർക്കിക്കുന്നുണ്ട്. ഹീറോയിന്റെ രണ്ടാനമ്മയാവട്ടെ അവളുടെ ബ്ലൈൻഡ് ഡേറ്റ് പങ്കാളി അവൾക്ക് വേണ്ടി ടേബിൾ നമ്പർ 9-ലായിരിക്കും വെയിറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞിരുന്നു. ഇതേ സമയം തന്നെ ഹീറോയുടെ അടുത്തേക്ക് ഒരു പെൺകുട്ടി വരികയും അബദ്ധവശാൽ ആ നമ്പർ പ്ലേറ്റിൽ തട്ടുകയും 6 എന്നുള്ള നമ്പർ 9 മാറുകയും ചെയ്യുന്നുണ്ട്.
തിരിഞ്ഞെന്ന ആ പെൺകുട്ടി അവിടെ ഹീറോ എടുത്ത് സോറി പറയുമ്പോൾ ആ കാഴ്ചയിൽ തന്നെ അവൾക്ക് ഹീറോയെ ഇഷ്ടമാവുന്നുണ്ട്. ക്ഷമിക്കണം, നിങ്ങളുടെ നമ്പർ തരാമെങ്കിൽ മറ്റൊരു ദിവസം ഞാൻ നിങ്ങളോട് നല്ല രീതിയിൽ തന്നെ ക്ഷമാപണം നടത്തേനേന്ന് അവൾ പറയുമ്പോൾ, ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിലല്ലേ നിൽക്കുന്നത്, ക്ഷമ പറയണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ പറഞ്ഞിട്ട് പൊക്കോ എന്ന് പരുക്കൻ മട്ടിൽ തന്നെ ഹീറോ പെൺകുട്ടിയോട് പറയുന്നുണ്ട്. അങ്ങനെ ആ പെൺകുട്ടി ദേഷ്യത്തോടെ അവിടം വിട്ട് പോകുന്നു. ഇതേ സമയം തന്നെയായിരുന്നു ഹീറോയിൻ അവിടെ എത്തിയിരുന്നത്. തൻ്റെ അമ്മ പറഞ്ഞ ബ്ലൈൻഡ് ഡേറ്റ് പങ്കാളിയാണല്ലോ അയാളെന്ന് കരുതിക്കൊണ്ട് തന്നെ ഹീറോയുടെ അടുത്തേക്ക് അവൾ ചെല്ലുന്നുണ്ട്. അയാളെ കണ്ടിട്ട് അമ്മ പറഞ്ഞ പോലെ അത്ര പ്രായമൊന്നും തോന്നിക്കുന്നില്ലല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെയാണ് അയാളുടെ അടുത്തേക്ക് അവൾ ചെന്നത്. രണ്ടുപേരും പരസ്പരം കാണുകയും ചെയ്യുന്നു. അവളെ കണ്ടിട്ട് വളരെ പരിചയമായി തോന്നിയത് കൊണ്ട് തന്നെ നമ്മളിതിനു മുമ്പ് എവിടെ വെച്ചെങ്കിലും കണ്ടുമുട്ടിയിട്ടുണ്ടോ എന്ന് ഹീറോ തിരക്കുന്നുണ്ട്. നിങ്ങളെപ്പോലൊരു ഹാൻസമിനെ ഇതിനു മുമ്പ് കണ്ടിരുന്നെങ്കിൽ എങ്ങനെ മറക്കാൻ സാധിക്കുമെന്ന് തന്നെ ഹീറോയിൻ ചിരിച്ചുകൊണ്ട് അതിന് മറുപടിയും നൽകുന്നു. താൻ വലിയൊരു കമ്പനിയുടെ CEO ആണെന്ന് പറഞ്ഞ് ഹീറോ സ്വയം തന്നെ അവൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ഇത് കേട്ടപ്പോൾ ഹീറോയിൻ ഒരു കാര്യം ഓർക്കുന്നുണ്ട്. ലാസ്റ്റ് ഇയർ പോലും അവളുടെ സഹോദരിക്ക് വേണ്ടി ഹീറോയുമാർ ബ്ലൈൻഡ് ഡേറ്റിന് അവർ ഒരുപാട് ശ്രമിച്ചുകൊണ്ടേയിരുന്നതായിരുന്നു. അവരുടെ മകൾക്ക് വേണ്ടി വളരെ ഹാൻസം ആയിട്ടുള്ള ഒരു പയ്യനെയാണ് അവർ നോക്കി വെച്ചിരിക്കുന്നത്. പക്ഷേ തനിക്ക് വേണ്ടിയോ 2 മക്കളുടെ അച്ഛനെയും. തീർച്ചയായും ഇവനെ കൊണ്ട് അവളെ ഞാൻ വിവാഹം കഴിപ്പിക്കില്ല, ഇവനെ ഞാൻ തന്നെയായിരിക്കും വിവാഹം കഴിക്കാൻ പോകുന്നതെന്ന് മനസ്സിലുറപ്പിച്ചുകൊണ്ട് തന്നെ നിങ്ങളുടെ ഹോബി എന്താണെന്ന് ഹീറോയിൻ ചിരിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട്. പണം സമ്പാദിക്കുന്നതാണ് തൻ്റെ ഹോബി എന്ന് ഹീറോ പറയുമ്പോൾ തന്നെ അത് തനിക്കും ഇഷ്ടമാണെന്ന് ഹീറോയിൻ പറയുന്നുണ്ട്. ഉടനടി തന്നെ ഹീറോ ആവട്ടെ പണം സമ്പാദിക്കാൻ മാത്രമല്ല അത് മറ്റൊരാൾക്ക് വേണ്ടി ചെലവാക്കാനും തനിക്ക് യാതൊരു മടിയുമില്ല എന്ന് അറിയിക്കുന്നുണ്ട്. ഇത് കേട്ടപ്പോൾ ഹീറോയിൻ ആവട്ടെ അവൻ തന്നെ പിക്കപ്പ് ചെയ്യാൻ ശ്രമിക്കുകയാണോ എന്ന് പോലും തോന്നുന്നു. അതേസമയം തന്നെ അവളെ വിവാഹം കഴിക്കാൻ തയ്യാറാണെന്ന് ഹീറോ അറിയിക്കുന്നുണ്ട്. നിനക്ക് ഓക്കെ ആണോ എന്നും അവൻ ചോദിക്കുന്നു. തന്നെ വിവാഹം കഴിക്കാന്നുണ്ടെങ്കിൽ ആഡംബരപരമായ ഒരു വീടും ലക്ഷറി കാറും അതോടൊപ്പം മാസം $2 മില്യൺ പോക്കറ്റ് മണിയായും നൽകാമെന്നും ഹീറോ അറിയിക്കുന്നുണ്ട്. തുടർന്ന് വിവാഹം കഴിക്കാൻ സമ്മതമാണെന്ന് തന്നെ ഹീറോയിനെ അറിയിക്കുന്നുണ്ട്. ഇരുവർക്കുമിടയിൽ എന്തെങ്കിലും കോൺട്രാക്ട് എഗ്രിമെന്റ് വല്ലതും ഉണ്ടോ എന്നും ചോദിക്കുന്നു. തീർച്ചയായും ഉണ്ട്, ഇരുവരും പരസ്പരം റെസ്പെക്ട് ചെയ്യണം, അതുമാത്രമല്ല അവരവരുടെ പ്രൈവറ്റ് ലൈഫിലേക്ക് ഇരുവരും അന്യോന്യം എത്തി നോക്കാൻ പാടില്ല എന്ന് ഹീറോ പറയുന്നുണ്ട്. ഇത് തന്നെയാണ് താൻ ആഗ്രഹിച്ച മാതൃകാപരമായിട്ടുള്ള വിവാഹം എന്ന് പറഞ്ഞ് ഹീറോയിനും കൈ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇരുവരും വിവാഹം രജിസ്റ്റർ ചെയ്യാനായി തീരുമാനമെടുക്കുന്നു. ആദ്യം പുറത്തേക്ക് ഹീറോ ആണ് അവിടെ നിന്ന് ഇറങ്ങി വന്നത്. ഇതേസമയം തന്നെ പുറത്ത് വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഹീറോയുടെ അസിസ്റ്റന്റ് ആവട്ടെ, കണ്ടില്ലേ ബോസ് തനിച്ചു വരുന്നത്, ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ ഇത് സെറ്റ് ആവില്ല എന്ന്, പണം അയച്ചോ എന്ന് പറയുമ്പോൾ തന്നെ മറ്റേ പയ്യൻ പണം അയക്കാൻ തുടങ്ങുന്നുണ്ടെങ്കിലും അപ്പോഴേക്കും ഹീറോയുടെ പിന്നാലെ വരുന്ന ഹീറോയിനെ ആ യുവാവ് കണ്ടിരുന്നു. ഒന്ന് വെയിറ്റ് ചെയ്യടാ, ദേ ആ വരുന്ന ആരാന്ന് നോക്കിക്കേ എന്ന് പറയുമ്പോൾ മറ്റേ പയ്യനെ നോക്കുന്നുണ്ട്. സ്റ്റെപ്പ് ഇറങ്ങി വരുമ്പോൾ ഹീറോയിൻ്റെ കൈപിടിച്ച് അവൻ ഇറക്കിക്കൊണ്ട് വരികയും കാറിൽ കയറുമ്പോൾ അവൾക്ക് ഡോർ തുറന്നു കൊടുക്കുകയും തുടർന്ന് അവളുടെ തലയിടിക്കാതിരിക്കാൻ വേണ്ടി കൈ വരെ കൊണ്ടുവയ്ക്കുന്നുണ്ട്. അത്രത്തോളം കെയറോടാണ് അവൻ അവളോട് പെരുമാറിയിരുന്നത്. ഇതൊക്കെ കണ്ടിട്ട് വളരെയധികം പരിഭ്രാന്തിയോടെ തന്നെ തൻ്റെ 15,000 രൂപ കയ്യിൽ നിന്ന് പോയല്ലോ എന്ന് തന്നെ ആ യുവാവ് മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. തുടർന്ന് ഹീറോ അടുത്തേക്ക് ബോസ് നമ്മളിപ്പോൾ എവിടേക്കാ പോകണ്ടേ എന്ന് ചോദിക്കുന്നുണ്ട്. സിവിൽ ബ്യൂറോ എന്ന് പറയുമ്പോൾ തന്നെ ആ യുവാവ് പരിഭ്രാന്തിയോടെ എന്തോന്ന് സിവിൽ ബ്യൂറോയോ, ഇന്നാണെങ്കിൽ നിങ്ങളുടെ ഷെഡ്യൂൾഡിൽ സിവിൽ ബ്യൂറോ പറഞ്ഞിട്ടില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ തന്നെ എങ്കിൽ ഇപ്പോൾ മുതൽ അങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ടെന്ന് ഹീറോയിനെ നോക്കിക്കൊണ്ട് തന്നെ ഹീറോ പറയുന്നുണ്ട്. എല്ലാവരും കാറിലേക്ക് കയറിയ സമയത്താണ് ഹീറോയിൻ്റെ സ്റ്റെപ്പ് സിസ്റ്റർ അവിടേക്ക് വന്നത്. ഞാനെന്ന് ജാക്കിനെ കാണുകയും അവനെ വിവാഹം കഴിക്കുകയും ചെയ്യുമെന്ന് അവൾ ഉറപ്പോടെ പറയുന്നുണ്ട്. ജാക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഹീറോ ആണ്. സ്റ്റെപ്പ് സിസ്റ്റർ അകത്തേക്ക് പോകുന്നതൊക്കെ ചിരിയോടെ തന്നെ ഹീറോയിൻ നോക്കി കാണുന്നുണ്ടായിരുന്നു. അകത്തേക്ക് പോയ പെൺകുട്ടിയാവട്ടെ 6ാം നമ്പർ ടേബിളിലേക്ക് ഇരിക്കുകയും ഇനി എല്ലാ സ്വത്തുക്കളും തനിക്ക് തന്നെയാണെന്നും അവനെ തന്നെ താൻ വിവാഹം കഴിക്കുകയും ചെയ്യുമെന്ന് സന്തോഷത്തോടെ മനസ്സിൽ വിചാരിക്കുന്നു. ഹീറോയിനും ഇതിനോടകം തന്നെ വിവാഹം രജിസ്റ്റർ ചെയ്യുന്നിടത്ത് എത്തിയിരുന്നു. ഡ്രസ്സ് മാറാനായി ഹീറോയിൻ ഡ്രസ്സിംഗ് റൂമിലേക്ക് കയറുന്നുണ്ട്. വേറൊന്നുമല്ല, വൈറ്റ് ഡ്രസ് ഇട്ടാണല്ലോ ഫോട്ടോ എടുക്കുന്നത്. പക്ഷേ കർട്ടൻ അങ്ങോട്ട് മാറുന്നില്ലായിരുന്നു. അതേസമയം ഹീറോ അവളെ ഹെൽപ്പ് ചെയ്യാനായി വന്നു നിൽക്കുന്നുണ്ട്. ഞാൻ ഇവിടെ തന്നെ നിന്നോളാം, നീ പോയി റെഡി ആയിട്ട് വാ എന്ന് പറഞ്ഞ് ഹീറോ അവളുടെ ഡ്രസ്സിംഗ് റൂമിൻ്റെ പുറത്ത് തന്നെ വെയിറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഫോട്ടോ എടുക്കാൻ തുടങ്ങിയപ്പോഴും ഹീറോയിൻ പതർച്ചയോടെ തന്നെ കുറച്ച് അകന്ന് മാറി നിന്നിരുന്നു. ഫോട്ടോ എടുക്കുന്ന ആളാവട്ടെ കുറച്ച് അടുത്തേക്ക് നിൽക്കാൻ പറഞ്ഞിട്ട് പോലും അവൾ നീങ്ങി നിൽക്കുന്നുണ്ടായിരുന്നില്ല. ഉടനടി തന്നെ ഹീറോ ആവട്ടെ അവളെ ചേർത്ത് പിടിച്ച് തൻ്റെ അടുത്തേക്ക് നിർത്തുന്നുണ്ട്. തുടർന്ന് ഫോട്ടോ എടുക്കുകയും വിവാഹ രജിസ്ട്രേഷനൊക്കെ കംപ്ലീറ്റ് ആക്കി സർട്ടിഫിക്കറ്റുമായി അവർ പുറത്തേക്ക് വരികയും ചെയ്യുന്നു. ഹീറോ മുൻപിലേക്ക് കയറി നിൽക്കുമ്പോൾ അവൾ പിന്നിൽ നിന്ന് അവനെ നോക്കിയിട്ട് അവൻ വളരെ ഹാൻസം ആണെന്നും ഇന്ന് എന്തൊക്കെ സംഭവിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് അവരുടെ ഫസ്റ്റ് നൈറ്റിനെ കുറിച്ചൊക്കെ അവൾ ആലോചിക്കുകയും ചെയ്യുന്നുണ്ട്. അതേസമയം തന്നെയായിരുന്നു അവൻ തിരിഞ്ഞു നിന്നിട്ട് ഇന്നെൻ്റെ അച്ഛനെയും അമ്മയും കാണാൻ പോകാമെന്ന് അവളുടെ അടുത്ത് പറയുന്നത്. അപ്പോൾ തന്നെ അവൻ അർജൻറ്റായി ഒരു കോൾ വരുന്നുണ്ട്. തനിക്ക് അർജൻറ്റായിട്ട് ബിസിനസ് പരമായി ചില കാര്യങ്ങളുണ്ടെന്നും ബിസിനസ് ട്രിപ്പ് പോകേണ്ട ആവശ്യമുണ്ടെന്നും ഹീറോ പറയുന്നുണ്ട്. പിന്നീട് ഒരിക്കൽ തൻ്റെ അമ്മയും അച്ഛനെ മീറ്റ് ചെയ്യാമെന്നും ഹീറോയിനോട് അറിയിക്കുന്നു. അതിന് ഹീറോയിനെ മോക്കി പറഞ്ഞിട്ട് താനും ഓഫീസിലേക്ക് പോവുകയാണ്, നിങ്ങളുടെ ജോലി തിരക്കുകളൊക്കെ കഴിഞ്ഞിട്ട് കാണാമെന്നും പറയുന്നു. ശരി, ഞാൻ നിന്നെ ഓഫീസിലേക്ക് ഡ്രോപ്പ് ചെയ്യാമെന്ന് പറയുമ്പോൾ ഹീറോയിൻ മുമ്പിലേക്ക് നടന്ന് കാറിലേക്ക് കയറുന്നു. അവൾ അങ്ങനെ നടന്നു പോകുന്നത് കണ്ടപ്പോൾ ഹീറോയ്ക്കാവട്ടെ വല്ലാതെ ഹോട്ടായി അനുഭവപ്പെടുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഇന്നെന്താ വളരെ ചൂട് തനിക്ക് അനുഭവപ്പെടുന്നതെന്ന് അസിസ്റ്റന്റിനോട് ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. സാർ, ഇപ്പോൾ നേരത്തെക്കാട്ടിലും 2 ഡിഗ്രി കുറവായിട്ടാണല്ലോ ഇരിക്കുന്നത്, വാമാണല്ലോ എന്ന് അസിസ്റ്റന്റ് പറയുന്നുണ്ട്.
അങ്ങനെയാണോ എന്ന് ചോദിച്ചുകൊണ്ട് ഹീറോയിൻ കാറിലേക്ക് കയറുന്നു. കാറിലേക്ക് കയറി ഹീറോയിൻ അവിടെ ആരുമായോ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കാറൊന്ന് തിരിഞ്ഞു വഴിക്ക് പെട്ടെന്ന് ബാലൻസ് തെറ്റി ഹീറോയുടെ അടുത്തേക്ക് പോയി ഹീറോയിൻ വീഴുന്നുണ്ട്. നീ ടെൻഷനൊന്നും ആവണ്ട, നമ്മളിങ്ങനെ ക്ലോസ് ആയിരിക്കുന്നതൊക്കെ സാധാരണ വിഷയമാണ്, നമ്മളിരുവർക്കും വിവാഹം കഴിഞ്ഞതല്ലേ, ഇനിയും നമ്മൾ ഇതിലും ക്ലോസ് ആയിരിക്കുമെന്ന് പറയുന്നത് കേട്ടപ്പോൾ ഹീറോയിൻ ആവട്ടെ ഇവനെന്താ ഇങ്ങനെയൊക്കെ ഇപ്പോൾ സംസാരിക്കുന്നതെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഹീറോയിന്റെ ഓഫീസിലേക്ക് കാർ ചെന്ന് നിൽക്കുന്നുണ്ട്. അവൾ അവിടെ ഒരു എഡ്യൂക്കേഷൻ ട്രസ്റ്റിലാണ് വർക്ക് ചെയ്യുന്നത്. ഈ കോളേജിലൊക്കെ പോകുന്നതിന് മുമ്പായി ഒരു എൻട്രൻസ് എക്സാം ഉണ്ടാവുമല്ലോ, അതിനൊക്കെ പ്രിപ്പയർ ചെയ്യിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനായിരുന്നു അവളുടേത്. തൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷനിലെ ഒരുപാട് വിദ്യാർത്ഥികൾ കഴിഞ്ഞ പ്രാവശ്യം നല്ല മാർക്കോടെ തന്നെ പാസ്സായിരുന്നു എന്ന് ഹീറോ എടുത്ത് അവൾ പറയുന്നുണ്ട്. കാറിൽ നിന്ന് അവൾ ഇറങ്ങാൻ നേരം ഒന്ന് വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവൻ തന്നെ ഡോർ ഓപ്പൺ ചെയ്ത് അവൾക്ക് കൊടുക്കുകയും അവളുടെ മുടിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു കൊടുക്കുകയും ചെയ്യുന്നു. 1 വീക്ക് താൻ ഇവിടെ കാണില്ലെന്നും എബ്രോഡിലേക്ക് പോവുകയാണ്, അതിനുശേഷം നിന്നെ വന്ന് മീറ്റ് ചെയ്തോളാന്ന് പറഞ്ഞിട്ട് ഹീറോയും അവിടെ നിന്ന് പോകുന്നു. ഇതേ സമയം സ്റ്റെപ്പ് സിസ്റ്റർ ആവട്ടെ ഹീറോയെ വെയിറ്റ് ചെയ്ത് വല്ലാതെ മുഷിഞ്ഞിരിക്കുകയായിരുന്നു. ഹീറോയിനെ അവിടെ അങ്ങ് കാണുന്നില്ലല്ലോ എന്ന് തന്നെ വിചാരിച്ചുകൊണ്ട് തന്നെ അവൾ ഹീറോയിന് കോൾ ചെയ്യുന്നുണ്ട്. എൻ്റെ അമ്മ എത്ര കഷ്ടപ്പെട്ടാണ് നിനക്ക് വേണ്ടി മാച്ചിങ് ആയിട്ട് ഒരാളെ കണ്ടുപിടിച്ചത്, എന്നിട്ട് നീ എന്താ ഇവിടെ വരാത്തേന്ന് തന്നെ ആ പെൺകുട്ടി ചോദിക്കുന്നുണ്ട്. നിനക്കെന്താടി കുഴപ്പം, നീ നിന്റെ കാര്യം നോക്കി തന്നെ പോടിയെന്ന് ഹീറോയിൻ പറയുന്നുണ്ട്. നിന്നെ പോലെ കാണാൻ ഭംഗിയില്ലാത്തവൾക്കൊക്കെ ഒരു ബ്ലൈൻഡ് ഡേറ്റ് അറേഞ്ച് ചെയ്തത് തന്നെ വലിയ കാര്യമാണ്, അപ്പോൾ നീ വരാതെയും കൂടി ഇരുന്നാൽ എങ്ങനെയാണെന്ന് അവൾ ചോദിക്കുന്നുണ്ട്. അതിന് ഹീറോയിനാവട്ടെ ആദ്യം നിന്റെ കല്യാണം നടക്കുമെന്ന് നോക്കെന്ന് പറഞ്ഞ് വഴക്ക് പറഞ്ഞുകൊണ്ട് തന്നെ കോള് കട്ട് ചെയ്യുന്നുണ്ട്. ഇതേ സമയം ഹീറോ ആവട്ടെ അവൻ്റെ ഓഫീസിൽ ജോലികളിൽ മുഴുകിയിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അവൻ്റെ മുത്തശ്ശി അവിടേക്ക് കടന്നു വന്നത്. നിന്റെ അച്ഛനും അമ്മയും ഓരോരോ ജോലി തിരക്കുകളിലായിരുന്നപ്പോൾ ഞാനാണ് നിന്നെ വളർത്തിയത്, നീ ഒരു വിവാഹം കഴിച്ച് കാണണമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ടാണ് നിനക്ക് ഓരോരോ ബ്ലൈൻഡ് ഡേറ്റും അറേഞ്ച് ചെയ്യുന്നത്, നീ ഒരു പെൺകുട്ടിയെ പോലും വിവാഹം കഴിച്ചില്ലല്ലോ എന്ന് പറഞ്ഞവർ പരാതിപ്പെടുന്ന കേട്ടിട്ട് ഹീറോ ചിരിക്കുന്നുണ്ട്. തുടർന്ന് ഹീറോ അവിടെ മുത്തശ്ശിയെ ചേറിലേക്ക് ഇരുത്തിയിട്ട് ഒന്ന് ശാന്തമായി ഇരിക്കെ ഞാൻ ഇന്ന് കണ്ട പെൺകുട്ടിയെ വിവാഹം കഴിച്ചു എന്ന് അറിയിക്കുന്നുണ്ട്. മുത്തശ്ശി വളരെ സന്തോഷത്തോടെ തന്നെ വിവാഹം കഴിഞ്ഞു, ആ പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ടുവന്ന് തന്നെ കാണിക്കാത്ത എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. അത് പിന്നെ എബ്രോഡിലേക്ക് എനിക്ക് കുറച്ച് ബിസിനസ് ആവശ്യങ്ങൾക്കായി പോവേണ്ടതുണ്ട്, ഒരാഴ്ചയ്ക്ക് ശേഷം അവളെ മീറ്റ് ചെയ്തിട്ട് നിങ്ങളെ കാണാനായി ഒരു കൂടിക്കാഴ്ച അറേഞ്ച് ചെയ്യാമെന്ന് പറയുമ്പോൾ മുത്തശ്ശി പരിഭ്രാന്തിയോടെ തന്നെ അവളുടെ ഉള്ളിൽ ഇതൊരു തെറ്റിദ്ധാരണ പടർത്തുമോ എന്ന് തന്നെ ചോദിക്കുന്നുണ്ട്. ഇല്ലില്ല, അവളോട് ഞാൻ കാര്യങ്ങളൊക്കെ വ്യക്തമായി തന്നെ പറഞ്ഞതാണ്, യാതൊരു പ്രശ്നവുമില്ല എന്ന് ഹീറോ പറയുമ്പോൾ തന്നെ തീർച്ചയായും നീ മടങ്ങിയെത്തുമ്പോൾ അവളോട് സോറി പറയണമെന്ന് മുത്തശ്ശിയും പറയുന്നുണ്ട്. പിന്നീട് ഹീറോയിന്റെ ഓഫീസാണ് കാണിക്കുന്നത്. അവിടുത്തെ ഒരു മാനേജർ ആവട്ടെ ഹീറോയിന്റെ മേലിൽ കണ്ണുണ്ടായിരുന്നു. നീ ഗുണ്ടായിരുന്നപ്പോഴേ എനിക്ക് നിന്നെ വലിയ ഇഷ്ടമായിരുന്നു, ഇപ്പോൾ ഇത്രയും ഹോട്ടായി മാറിയപ്പോൾ നിന്നെ ഞാൻ വെറുതെ വിടുവോ എന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് തന്നെ അയാളുടെ ഓഫീസിലേക്ക് കയറിപ്പോകുന്നു. അവൾ അവിടെ ഇറന്ന് ഗവനിക്കാത്ത മട്ടിൽ തന്നെ അവളുടെ ജോലികൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഇതേ സമയം തന്നെ 7 എന്നൊരു അക്കൗണ്ടിൽ നിന്ന് അവൾക്കൊരു ഫ്രണ്ട് റിക്വസ്റ്റ് വരുന്നുണ്ട്. ആരായിരിക്കും ഇത്, വല്ല സ്കാമും ആയിരിക്കാമെന്ന് കരുതി ഹീറോയിൻ അത് അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും തുടരെ മെസ്സേജ് വരുന്നത് കൊണ്ട് തന്നെ അവളത് ബ്ലോക്ക് ചെയ്യുന്നു. പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് കോൾ വരുന്നുണ്ട്. അവളെ എടുത്ത് ആരാണെന്ന് തിരക്കുമ്പോൾ ഹീറോ ആയിരുന്നു അത്. എന്തിനാ എന്നെ ബ്ലോക്ക് ചെയ്തതെന്ന് അവൻ ചോദിക്കുമ്പോൾ അയ്യോ നിങ്ങളായിരുന്നു 7, ഞാൻ വിചാരിച്ചു വല്ല സ്കാമുമായിരിക്കുമെന്ന്, ഇപ്പോൾ തന്നെ അൺബ്ലോക്ക് ചെയ്യാം. അതിന് ഹീറോയും എബ്രോഡിലേക്ക് പോയി കഴിഞ്ഞ് ഒരാഴ്ചയ്ക്ക് ശേഷം തീർച്ചയായും നിന്നെ വന്ന് മീറ്റ് ചെയ്യുന്നതായിരിക്കും എന്ന് പറയുന്നുണ്ട്. അതിന് ഹീറോയിനും ഞാനും വെയിറ്റ് ചെയ്തിരിക്കുമെന്ന് പറയുന്നുണ്ട്. പെട്ടെന്ന് തന്നെ അവൾ ചിന്തിക്കുന്നുണ്ട് അങ്ങനെ ചാടിക്കയറി പറയേണ്ടിയിരുന്നില്ല എന്ന്. എന്നാൽ ഹീറോ ഒന്നും ഗവനിച്ചതേയില്ല. തീർച്ചയായും ഒരാഴ്ചയ്ക്ക് ശേഷം അവളെ വന്ന് മീറ്റ് ചെയ്യുന്നതായിരിക്കും എന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്യുന്നുണ്ട്. ആ മാനേജർ അവിടെ വീണ്ടും ഹീറോയിൻ്റെ അടുത്ത് വന്ന് ശല്യം ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. ഇന്ന് നിനക്ക് ക്യാബ് ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ ഞാൻ നിന്നെ ഡ്രോപ്പ് ചെയ്യാം, നീ വളരെ ലക്കി ആയിരിക്കും, തൻ്റെ BMW നിനക്ക് യാത്ര ചെയ്യാൻ സാധിക്കുമല്ലോ എന്ന് അയാൾ അഹങ്കാരഭാവത്തോടെ തന്നെ അവളുടെ അടുത്ത് പറയുന്നുണ്ട്. അവൾ അവിടെ ഇരുന്ന് ഗവനിക്കാത്ത മട്ടിൽ തന്നെ താൻ വരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ തിരിഞ്ഞവളുടെ വർക്കിൽ മുഴുകുന്നുണ്ട്. ഇതേ സമയം തന്നെ അയാളുടെ വൈഫ് ആവട്ടെ അവിടേക്ക് എത്തി. ഞാനിവിടെ ജീവനോടുള്ളപ്പോൾ തൻ്റെ കൺമുന്നിൽ വെച്ച് തന്നെ മറ്റൊരുത്തിയുമായി ഫ്ലർട്ട് ചെയ്ത് സംസാരിക്കുന്നു എന്ന് ആ സ്ത്രീ ദേഷ്യത്തോടെ അയാളോട് ചോദിക്കുന്നുണ്ട്. ഉടനടി തന്നെ അയാൾ പറയുന്നുണ്ട് എൻ്റെ ഭാഗത്ത് യാതൊരു തെറ്റുമില്ല, ഇവളാണ് തെറ്റുകാരി, ഇവളാണ് എന്നെ സെഡ്യൂസ് ചെയ്യാൻ ശ്രമിച്ചത്, കണ്ടില്ലേ അവൾ ഏത് തരത്തിലുള്ള വസ്ത്രങ്ങളാണ് ധരിച്ചിരിക്കുന്നതെന്ന്, ഇത് കണ്ടാൽ ആരുടെയായാലും കൺട്രോൾ പോകില്ലേ എന്ന് ആ സ്ത്രീയോട് അയാൾ പറയുന്നുണ്ട്. അമിതമായി തടിച്ച് ഒട്ടും ഭംഗിയില്ലാത്ത ഒരുത്തിയായിരുന്നു, ഇപ്പോൾ ആണുങ്ങളെ മയക്കാൻ വേണ്ടിയിട്ടല്ലേ നീ വണ്ണം കുറച്ചിങ്ങനെ നടക്കുന്നത്, അതുമാത്രമല്ല നന്നായി ജീവിക്കുന്ന ഒരുത്തിയുടെ ഭർത്താവിനെ തന്നെ നിനക്ക് വേണോടി എന്ന് ആ സ്ത്രീ ചോദിക്കുന്നുണ്ട്. ഉടനടി തന്നെ ആ സ്ത്രീയെയും അവരുടെ ഭർത്താവിനെ നാണം കെടുത്തിക്കൊണ്ട് തന്നെ ഹീറോയിൻ സംസാരിക്കുന്നുണ്ട്. നീ ഒരു വേസ്റ്റിനെയാണ് ട്രഷർ എന്ന് പറഞ്ഞ് കൂടെ കൊണ്ടു കിടക്കുന്നത്, എന്നാൽ തനിക്ക് ആ വേസ്റ്റിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഹീറോയിൻ ആ സ്ത്രീയുടെയും അതുപോലെ തന്നെ അയാളുടെയും കരണത്തടിക്കുന്നുണ്ട്. അതിനുശേഷം തൻ്റെ പണം ഇഞ്ഞു തന്നാൽ മതി, താൻ പൊക്കോളാമെന്ന് ഹീറോയിൻ അവർ ഇരുവരോടും പറയുന്നുണ്ട്. മനസ്സിലാവട്ടെ തൻ്റെ മുത്തശ്ശിയുടെ ചികിത്സയ്ക്കും സഹോദരൻ്റെ മുന്നോട്ടുള്ള പഠിത്തത്തിന് പണം ആവശ്യമാണെന്ന് വിചാരിച്ചുകൊണ്ടാണ് അവൾ പണം ചോദിച്ചത്. ഉടനടി തന്നെ അവർ പറയുകയും ചെയ്യുന്നുണ്ട്, ഞങ്ങൾ എത്ര വലിയ ആൾക്കാരാണെന്ന് അറിയാമോ നിനക്ക്, ഞങ്ങളോടാണോ നീ പണം ചോദിക്കുന്നത്, ഞങ്ങൾ വിചാരിച്ചാൽ നിന്നെ ഈസിയായി ജയിലിലേക്ക് വരെ പറഞ്ഞയക്കാൻ സാധിക്കും, നിനക്ക് ജാക്കിനെ അറിയാമോ, അദ്ദേഹത്തിനെ വരെ ഞങ്ങൾക്കറിയാം, അദ്ദേഹം വിചാരിച്ചാൽ ഈ ലോകത്തിൽ പോലും നിനക്ക് ജീവിക്കാൻ സാധിക്കില്ല എന്ന് അയാൾ പറയുന്നുണ്ട്. ഓ ജാക്കോ, അയാളെ തനിക്കും അറിയാമല്ലോ എന്ന്.
എങ്കിൽ പിന്നെ ഇപ്പോൾ തന്നെ അദ്ദേഹത്തിന് കോൾ ചെയ്തു തരാം, നീ ഒന്ന് സംസാരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ജാക്കിന് അയാൾ കോൾ ചെയ്യുന്നുണ്ട്. സാർ, ഇവിടെ ഒരുത്തിക്ക് നിങ്ങളെ അറിയാമെന്ന് പറയുന്നുണ്ട്, അവളുടെ പേര് ഇതാണെന്ന് പറഞ്ഞ് ഹീറോയിൻ്റെ പേര് പറയുമ്പോൾ തന്നെ ഹീറോ പറയുന്നുണ്ട് അത് തൻ്റെ വൈഫാണെന്ന്. ഇതും കൂടെ കേട്ടപ്പോൾ അവരിരുവരും വല്ലാതെ ഷോക്കാവുന്നുണ്ട്. ഉടനടി തന്നെ ഹീറോയിനാവട്ടെ ഹണി നിങ്ങൾ എന്ത് ചെയ്യുകയാണെന്ന് ചോദിച്ചുകൊണ്ട് വല്ലാതെ കൊഞ്ചി സംസാരിക്കുന്നുണ്ട്. ഇത് കേട്ടിട്ടും ഹീറോയുടെ ഭാഗത്ത് നിന്ന് പ്രത്യേകിച്ച് റെസ്പോൺസ് ഒന്നും ഉണ്ടായില്ല. അവൻ എത്രത്തോളം ഇംപ്രസ് ആയി പോയിരുന്നു. ഇത്ര ഓവറായി റിയാക്ട് ചെയ്യേണ്ടിയിരുന്നില്ല. അവൻ തന്നെ കുറിച്ച് എന്ത് വിചാരിച്ച് കാണുമെന്ന് തന്നെ ഹീറോയിൻ പരിഭ്രാന്തിയോടെ വിചാരിക്കുന്നുണ്ട്. അപ്പോഴേക്കും ഹീറോ ആവട്ടെ ഞാൻ നന്നായി തന്നെ ഇരിക്കുന്നു, നിനക്ക് സുഖമല്ലേ ഭാര്യ എന്ന് ചോദിക്കുന്നുണ്ട്. അത് പിന്നെ ഇവർ രണ്ടുപേരും എന്നെ ജയിലിലേക്ക് അയക്കുമെന്ന് പറഞ്ഞ് ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്, ഞാൻ എന്ത് ചെയ്യുമെന്ന് അവൾ കെഞ്ചിക്കൊണ്ട് തന്നെ അവനോട് ചോദിക്കുന്നു. ഉടനടി തന്നെ ഹീറോ ആവട്ടെ തൻ്റെ വൈഫിനോട് മോശമായി സംസാരിക്കാൻ ആർക്കാണ് ധൈര്യമുള്ളത് എന്ന് ചോദിക്കുന്നുണ്ട്. ഞങ്ങൾ തെറ്റിദ്ധരിച്ചതാണ്, സാറിൻ്റെ വൈഫാണെന്ന് അറിയില്ലായിരുന്നു, ഇനിയൊരിക്കലും ഇങ്ങനെ ആവർത്തിക്കില്ല, ഞങ്ങളോട് ക്ഷമിക്കണമെന്ന് പറയുമ്പോൾ തന്നെ ഹീറോയിൻ പറയുന്നുണ്ട് ഹണി പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് വാ, നിങ്ങൾക്ക് വേണ്ടി ഒരു പ്രത്യേകതരം ന്യൂഡിൽസ് വരെ റെഡിയാക്കാൻ ഞാൻ പഠിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ തീർച്ചയായും ഞാൻ വേഗത്തിൽ വീട്ടിലേക്ക് മടങ്ങിയെത്താമെന്ന് പറഞ്ഞ് ഹീറോ കോള് കട്ട് ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് തന്നെ മാനേജറും വൈഫാവട്ടെ നിനക്ക് സാലറി മാത്രമല്ല ബോണസ് വരെ ഞങ്ങൾ കൂട്ടിത്തരുമെന്ന് ഹീറോയിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. ഹീറോ ആവട്ടെ ഈ സമയത്തെല്ലാം എബ്രോഡിലായിരുന്നു. അസിസ്റ്റന്റ് വന്ന് നിങ്ങൾ ഇതുവരെ ഒന്നും കഴിച്ചില്ലല്ലോ, നിങ്ങൾക്ക് കഴിക്കാൻ എന്തെങ്കിലും കൊണ്ടുവരട്ടെ എന്ന് ചോദിക്കുമ്പോൾ ഉടനടി തന്നെ ന്യൂഡിൽസ് വേണമെന്ന് ഹീറോ ആവശ്യപ്പെടുന്നുണ്ട്. ന്യൂഡിൽസോ, അദ്ദേഹം ഇത് കഴിക്കാറില്ലല്ലോ, ഇനി ഞാൻ കേട്ടതിൻ്റെ കുഴപ്പം വല്ലതും ആണോ, പാസ്ത എന്നാണോ പറഞ്ഞത്, പാസ്ത മതിയോ സാർ എന്ന് ചോദിക്കുമ്പോൾ അല്ല എനിക്ക് ന്യൂഡിൽസ് തന്നെ വേണം. എങ്കിൽ ശരി സാർ, ഇവിടെ തന്നെ അടുത്തുള്ള ചൈനീസ് മാർക്കറ്റിൽ നിന്ന് ഞാനത് വാങ്ങിക്കൊണ്ടുവരാമെന്ന് അവൻ പറയുന്നുണ്ട്. എന്നാൽ അതൊന്നും പോരാ, തനിക്ക് വീട്ടിലുണ്ടാക്കുന്ന ന്യൂഡിൽസ് തന്നെ വേണം, നാട്ടിലേക്ക് മടങ്ങി പോവുകയാണെന്ന് ഹീറോ പറയുന്നുണ്ട്. വന്നിട്ട് ഒരു ദിവസം പോലും കഴിഞ്ഞില്ല, അതിനു മുമ്പ് നാട്ടിലേക്ക് മടങ്ങിപ്പോകണമെന്നാണല്ലോ സാറ് പറയുന്നതെന്ന് അസിസ്റ്റന്റ് മനസ്സിൽ വിചാരിക്കുന്നു. എപ്പോഴത്തേക്കാണ് ബുക്ക് ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്യണോ എന്ന് പറയുന്നു. പിന്നീട് ഹീറോ നാട്ടിലേക്ക് മടങ്ങിയെത്തുകയും നേരെ ഹീറോയിൻ്റെ വീടിൻ്റെ താഴെ ചെന്ന് അവളെ വെയിറ്റ് ചെയ്ത് അവിടെ തന്നെ നിൽക്കുകയും ചെയ്യുന്നു. 3 മണിക്കൂറായിട്ട് ഹീറോ അവിടെ തന്നെ നിൽക്കുകയായിരുന്നു. അതുമാത്രമല്ല ലക്ഷറി ആയിട്ടുള്ള കാറ് കണ്ടിട്ട് തന്നെ ആരാണ് ഇയാൾ, ഇതുവരെ ഇയാൾ ഇതിനു മുമ്പ് ഇവിടെ കണ്ടിട്ടില്ലല്ലോ, 3 മണിക്കൂറായിട്ട് ഇവിടെ നിൽക്കുക വലിയ പണക്കാരനാണെന്നൊക്കെ തോന്നുന്നു എന്ന് ആളുകൾ അടക്കം പറയുന്നുണ്ട്. അതേസമയം തന്നെ ഹീറോയിനും അവിടെ എത്തുന്നുണ്ട്. ഹീറോ അവിടെ കാണുമെന്നൊരു ഊഹം പോലും അവൾക്ക് ഉണ്ടായിരുന്നില്ലല്ലോ, വളരെ ലക്ഷറി ആയിട്ടുള്ള കാറാണല്ലോ, ആരുടെയാണതെന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് തന്നെ അവൾ അവിടെ വിട്ട് നേരെ വീട്ടിലേക്ക് കയറാനായി പോകുന്നു. അപ്പോഴേക്കും ഹീറോ അവളെ വിളിക്കുന്നുണ്ട്. അവന്റെ ശബ്ദം കേട്ടതും പേടിച്ചറിന്റെ അവളുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ നിലത്തേക്ക് വീഴുകയും ചെയ്യുന്നു. കവറിലുണ്ടായിരുന്ന ഒരു തക്കാളി ആവട്ടെ ഹീറോയുടെ കാലിൻ്റെ അടുത്തേക്കാണ് ചെന്ന് വീണത്. അത് എടുക്കാനായി അവൾ കുനിഞ്ഞപ്പോൾ തന്നെ ഹീറോ ചോദിക്കുന്നുണ്ട് നിനക്ക് സുഖമാണോ, എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ അവൾ അമ്പരപ്പോടെ തന്നെ അവന്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. നിങ്ങളിവിടെ ഉണ്ടായിരുന്നോ, എപ്പോഴാണ് നാട്ടിലേക്ക് മടങ്ങിയെത്തിയെന്ന് അവൾ അമ്പരപ്പോടെ ചോദിക്കുന്നുണ്ട്. നീയല്ലേ എനിക്ക് ന്യൂഡിൽസ് തയ്യാറാക്കി തരാമെന്ന് പറഞ്ഞത്, അതിനുവേണ്ടി മടങ്ങിയെത്തിയിരിക്കുകയാണെന്ന് അവൻ പറയുന്നുണ്ട്. നീ ന്യൂഡിൽസിന് വേണ്ടി തന്നെയാണോ മടങ്ങിയെത്തിയെന്ന് ഹീറോയിൻ സംശയത്തോടെ ചോദിക്കുന്നു. അതെ, നിനക്ക് വേണ്ടിയും നീ തയ്യാറാക്കുന്ന ന്യൂഡിൽസിന് വേണ്ടിയിട്ടുമാണ് താൻ മടങ്ങിയെത്തിയിരിക്കുന്നതെന്ന് അവൻ പറയുന്നുണ്ട്. എങ്കിൽ ശരി തന്നോടൊപ്പം വാ എന്ന് പറഞ്ഞ് അവൾ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. അവിടെ എത്തിയപ്പോൾ അവളാവട്ടെ അവന് വേണ്ടി മെൻസിന്റെ സ്ലിപ്പേഴ്സ് എടുത്ത് നൽകുന്നുണ്ട്. മറ്റൊരാൾ ഉപയോഗിച്ചിട്ടൊന്നും താൻ ഉപയോഗിക്കില്ല എന്നവൻ പറയുമ്പോൾ തന്നെ ഇത് ഞാൻ പുതിയതായി വാങ്ങിയതാണ്, ഇത് ഉപയോഗിച്ചു എന്ന് ഹീറോയിൻ പറഞ്ഞ് മറ്റൊരു സ്ലിപ്പേഴ്സ് അവന്റെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ടെങ്കിലും ഇത് നീ മറ്റൊരാൾക്ക് വേണ്ടി വാങ്ങിയതല്ലേ, താൻ എന്തായാലും അതൊന്നും ഉപയോഗിക്കില്ല എന്ന് പറഞ്ഞ് അവിടേക്ക് തന്നെ വെക്കുന്നു. അവിടെ ഉണ്ടായിരുന്ന ഒരു ഡിസ്പോസൽ കവർ ധരിച്ചു തന്നെ അവനകത്തേക്ക് കിടക്കുന്നു. താൻ ഇപ്പോൾ തന്നെ ഫ്രഷായി വന്ന് നൂഡിൽസ് പാകം ചെയ്ത് തരാമെന്ന് അവൾ അറിയിക്കുമ്പോൾ ഹീറോ ആവട്ടെ അതിന് സമ്മതം അറിയിക്കുന്നുണ്ട്. ഇതേസമയം അവൻ അവിടെ വീട് മൊത്തം ഒന്ന് ചുറ്റി കാണുന്നുണ്ട്. അവിടെ ഇവിടെയായിട്ട് ഹീറോയിനും മറ്റൊരു യുവാവുമൊത്തുള്ള ഫോട്ടോസൊക്കെ അവന്റെ കണ്ണിൽ പെടുന്നുണ്ട്. ഇവൾ മറ്റൊരു യുവാവുമായിട്ടാണോ ഇവിടെ താമസിക്കുന്നുള്ള സന്ദേഹം പോലും അവന്റെ ഉള്ളിൽ തോന്നാതിരുന്നില്ല. അപ്പോഴേക്കും അവളോടൊപ്പം ആ ഫോട്ടോയിലുണ്ടായിരുന്ന അതേ വ്യക്തി തന്നെ അകത്ത് നിന്ന് പുറത്തേക്ക് വരുന്നുണ്ട്. ഡൈനോസറിന്റെ പോലത്തെ നൈറ്റ് വെയർ ധരിച്ചുകൊണ്ടാണ് അവനവിടേക്ക് വന്നത്. ഇതൊരു ചെറിയ പയ്യനാണല്ലോ എന്ന് തന്നെ ഹീറോ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. ഉടനടി തന്നെ ആ പയ്യനാവട്ടെ ഹീറോ എടുത്ത് ചോദിക്കുന്നുണ്ട് നീ ആരാടാ, ഈ വീട്ടിലേക്ക് ആരോട് ചോദിച്ചിട്ടാ നീ കടന്നുള്ളത്, ഇവിടെയുള്ള സാധനങ്ങളൊക്കെ എന്റേതാണ്, ഇവിടെയുള്ള ഒരു സാധനങ്ങളും നീ എടുക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്നവൻ പറയുമ്പോൾ തന്നെ എടുത്താൽ നീ എന്ത് ചെയ്യുമെന്ന് ഹീറോ തിരിച്ചും ചോദിക്കുന്നു. ഒരു കള്ളനായി നിനക്ക് എന്നോട് എതിർത്ത് സംസാരിക്കാൻ ഇത്രയും ധൈര്യമോ എന്ന് ചോദിച്ച് മോപ്പെടുത്ത് ഹീറോയെ അവൻ അടിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ തടുക്കാനായി ഹീറോയിൻ അവിടേക്ക് വരുന്നുണ്ട്. പക്ഷെ സ്ലിപ്പായി ഹീറോയുടെ ദേഹത്തേക്ക് തന്നെ വീഴുകയും അവളുടെ 2 കൈകളും അവന്റെ ചെസ്റ്റിന്മേൽ വെക്കുകയും ചെയ്യുന്നുണ്ട്. വളരെ നന്നായിട്ടുണ്ടല്ലോ എന്ന് തന്നെ ആ അവസരത്തിൽ പോലും അവൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. ഉടനടി തന്നെ ആ പയ്യനാവട്ടെ സിസ്റ്റർ നിങ്ങളെന്തിനാ അവൻ്റെ അടുത്ത് പോയി ചേർന്ന് നിൽക്കുന്നത്, അവനൊരു കള്ളനാണെന്ന് വിളിച്ച് പറയുന്നുണ്ട്. അപ്പോഴാണ് ഹീറോയ്ക്കും അത് അവളുടെ സഹോദരനാണെന്ന് മനസ്സിലായത്. അതോടെ അവൻ്റെ മനസ്സൊന്ന് റിലാക്സ് ആവുന്നു. അപ്പോഴാണ് ഹീറോയിൻ അവൻ്റെ കൈ തട്ടി മാറ്റിയിട്ട് എടാ ഇത് കള്ളനൊന്നുമല്ല എൻ്റെ ഹസ്ബൻഡാണെന്ന് അവനോട് വെളിപ്പെടുത്തുന്നത്. എന്തോന്ന് ഇതാണോ ജാക്കെന്ന മട്ടിൽ തന്നെ അവൻ വായും പൊളിച്ച് ഹീറോയെ നോക്കുന്നുണ്ട്. ഹീറോ ആവട്ടെ ഉടനടി അവരിരുവരുടെ മാരേജ് സർട്ടിഫിക്കറ്റ് അവനെ കാണിക്കുകയും ചെയ്യുന്നു. സിസ്റ്റർ ആലോചിച്ചും കണ്ടുവാണോ ഇതൊക്കെ ചെയ്തിരിക്കുന്നത്, ഇവൻ വല്ല മോശക്കാരനുമാണോ എന്ന് സഹോദരൻ ചോദിക്കുമ്പോൾ അതിനൊന്നും യാതൊരു സമയവും അദ്ദേഹത്തിനില്ല, എപ്പോഴും ജോലിയും തിരക്കുകളുമാണെന്ന് ഹീറോയിൻ അവൻ്റെ തലയ്ക്കൊരു കൊട്ടു കൊടുത്തുകൊണ്ട് തന്നെ നീ കരുതുന്ന പോലെ ഒരു മോശക്കാരനൊന്നും അല്ല അദ്ദേഹം എന്ന് പറയുന്നു.
രണ്ടുപേരും ഒന്ന് ഫ്രഷ് ആയിട്ടൊക്കെ വാ, ഞാൻ നിങ്ങൾക്ക് ഇരുവർക്കുമുള്ള നൂഡിൽസ് റെഡിയാക്കി വെക്കാമെന്ന് പറഞ്ഞ് ഹീറോയിൻ കിച്ചണിലേക്ക് പോകുന്നു. അതേസമയം തന്നെ ഹീറോയുടെ കണ്ണിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു വൈറ്റ് ഷർട്ട് പെടുന്നുണ്ട്. അതേസമയം തന്നെ അന്ന് രാത്രിയിൽ നടന്ന സംഭവങ്ങൾ വീണ്ടും അവന്റെ മനസ്സിലൂടെ കടന്നു പോകുന്നു. ആ ഷർട്ടിലാവട്ടെ ഒരു പ്രത്യേകതരം ഡിസൈനും ഉണ്ടായിരുന്നു. ഇത് തൻ്റെ ഷർട്ട് തന്നെയല്ലേ എന്ന സംശയത്തോടെ തന്നെ അവൻ അതിനടുത്തേക്ക് ചെല്ലുന്നു. ഇവിടെ നമ്മുടെ ഡ്രാമയുടെ ഫസ്റ്റ് പാർട്ട് അവസാനിച്ചിരിക്കുകയാണ്. ഹീറോയിനാണ് അന്ന് അവനോടൊപ്പം ഉണ്ടായിരുന്ന പെൺകുട്ടി എന്നുള്ള സത്യം അവൻ കണ്ടെത്തുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് നെക്സ്റ്റ് പാർട്ടിലൂടെ മനസ്സിലാക്കാം. ഡ്രാമയിൽ കുറച്ച് കൂട്ടുകാർ എന്നോട് പേര് പറയാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഹായ് ഷർബീന, ഷെറിൻ, ഹിബ, ഹിസ, ഫാത്തിമ, റന, അൻഷ, നിധി, നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായും ഡ്രാമ കണ്ടാൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നെക്സ്റ്റ് പാർട്ടുമായി ഉടനടി തന്നെ കാണാം. വീണ്ടും കാണും വരെ ബൈ ബൈ.